ഈ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നിന്നും വരുന്ന വാർത്തകൾ നിഗൂഢമാണല്ലോ. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത അവിടുത്തെ വൈസ് പ്രസിഡന്റ് പറയുകയാണ്, ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ താൻ യോഗ്യനാണ്, തയ്യാറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ട്രംപിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ സംഭവിച്ചതെന്നോ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ പ്രായം 79 വർഷവും 2 മാസവും 18 ദിവസമാണ്. ഇന്ന് നമ്മളീ പറയുന്ന ദിവസത്തെ പ്രായം എന്ന് പറയുന്നത്. അതിന് മുന്നോട്ടേ പോകും, പുറകോട്ട് പോവില്ല. അമേരിക്ക പോലൊരു രാഷ്ട്രത്തെ നയിക്കാൻ ഇങ്ങനെ ഒരാൾ മതിയോ എന്നുള്ളത് അമേരിക്കക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ശരീരത്തിനെ ബാധിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ അത് ബുദ്ധിയെ കൂടി ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുള്ളത്. കാരണം 69 രാജ്യങ്ങളിലേക്ക് പ്രതികാര ചുങ്കം എന്ന് പറയുന്ന ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് ആഗോളതലത്തിലുള്ള ഒരു 2ാം അല്ലെങ്കിൽ 3ാം വാണിജ്യ മഹായുദ്ധത്തിന് ഉള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്ത്, ലോകത്തിനുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് യാതൊരു വിധമായ ബോധ്യവുമില്ല. ഈസ് ഇഗ്നറൻ്റ് അബൌട്ട്, ബ്ലിസ്ഫുള്ളി ഇഗ്നറൻ്റ് ഓഫ് ദി റെപ്പർക്കഷൻസ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ 2 ഉപദേശകന്മാരുണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത 2 മനുഷ്യരാണ് ഇവർ. അതുകൊണ്ടാണ് ഈ ഐക്യരാഷ്ട്ര സഭയ്ക്കുള്ള ഫണ്ടുകൾ, പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ, പട്ടിണിക്കാർക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ, അതൊക്കെ അമേരിക്ക പിൻവലിച്ചത്, വേണ്ട അത് നിർത്തിവെച്ചത്. അതുപോലെ തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പാരീസ് ഉച്ചകോടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയിൽ നിന്ന് അവർ പിൻവാങ്ങിയത്. ലോകം മുഴുവൻ അങ്ങ് മലീമസമായി പോകട്ടെ, അതുകൊണ്ട് ആളുകൾ രോഗങ്ങൾ വന്ന് മരിക്കട്ടെ, അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നാൽ മതി എന്നുള്ള ഒരൊറ്റ വിശ്വാസ പ്രമാണത്തിലാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫോക്കൽ പോയിൻ്റ് അതാണ് ഈ ലോക കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് അവസാനം. അല്ല, ഈ വൈസ് പ്രസിഡന്റ് ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ, അതോ ഇനി സൈനിക അട്ടിമറിയോ എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടായിരിക്കുമോ ഈ വൈസ് പ്രസിഡന്റിൻ്റെ ഈ തുറന്നു പറച്ചിൽ? അത് ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. എന്ന് പറഞ്ഞാൽ JD വാൻസ് എന്ന് പറയുന്ന അമേരിക്കയിൽ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും യുവാവായിട്ടുള്ള വൈസ് പ്രസിഡന്റാണ്. അതേസമയം ട്രംപ് എന്ന് പറയുന്നത് ഏറ്റവും പ്രായമേറിയ പ്രസിഡന്റുമാരിൽ ഒരാളുമാണ്. അവിടെയാണ് ഈ വ്യത്യാസം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു റിസർവായിട്ടാണ് JD വാൻസിനെ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു, ഏറ്റവും യങ് ആയിട്ടുള്ള ആൾ. കാരണം അമേരിക്ക പോലുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരു നിമിഷം പോലും ഒരു പ്രസിഡന്റ് അധികാരം അല്ലെങ്കിൽ ഇൻചാർജ് ഉള്ള ആളില്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്, ഒരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സെലക്ഷൻ ആയിരിക്കണം. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം സൗത്ത് കൊറിയയിൽ, നോർത്തിലോട്ട് കയറാൻ പറ്റില്ല പുള്ളിക്ക്, സൗത്ത് കൊറിയയിൽ പോയപ്പോൾ, ദക്ഷിണ കൊറിയയിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വലിയ ചതവ് കണ്ടു. അദ്ദേഹം കാണിച്ച ചതിവുകൾക്ക് കാരണം സൗത്ത് കൊറിയയ്ക്ക് വിട്ടിട്ടുണ്ട് ചുങ്കം. അവിടെയുള്ള ആൾക്കാരെല്ലാം കുങ്ഫു, ജൂഡോ, കരാട്ടെ ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ്. ആരെങ്കിലും നല്ലൊരു പൂശിയതാണോ എന്നറിയില്ല. എന്തായാലും കയ്യിൽ നോക്കിയപ്പോൾ നല്ല ചതവേറ്റിരിക്കുന്നു. അല്ലെങ്കിൽ ഇനി പ്രായാധിക്യം കാരണം ഈ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റും. അങ്ങനെ ബാലൻസ് തെറ്റി എവിടെയെങ്കിലും വീണ് കൈ ഒടിഞ്ഞതാണോ എന്ന് സംശയമുണ്ട്. എന്താണെന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന മുഴുവൻ വൾഗറായിട്ടുള്ള ഭാഷയാണ്. അമേരിക്കയിലെ വളരെ സ്ലാങ്ങായിട്ടുള്ള സാധാരണഗതി വിദ്യാഭ്യാസമുള്ളവരാരും ഉപയോഗിക്കാത്ത വാക്കുകളാണ് F ചേർത്തുള്ള വാക്കുകൾ. പിന്നെ അമേരിക്കയിലെ ഈ കഴുതയ്ക്ക് പര്യായമായിട്ട് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്ക് ഇടയ്ക്കിടയ്ക്ക് വൃത്തികേടായിട്ട് ഉപയോഗിക്കും. ഈ പ്രചരണ സമയത്ത് അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, വെടിവെയ്പ്പ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവമായിരുന്നു? ആ വെടിവെപ്പ് എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ആസൂത്രണം ചെയ്തതാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കൂടുതൽ സഹതാപ വോട്ടുകൾ കിട്ടുമല്ലോ, ആസൂത്രണം ചെയ്തതാവാനാണ് വഴി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അദ്ദേഹം വാഗ്ദാനം ചെയ്യും, ഒരു ദിവസം കൊണ്ട് ഞാനിപ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, ഒരു ദിവസം കൊണ്ട് ഇപ്പം ഞാൻ ഇസ്രായേലുമായിട്ടുള്ള 3 മാസങ്ങളേറെ കഴിഞ്ഞു, ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എന്ന് മാത്രമല്ല രൂക്ഷത വർദ്ധിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ചാവ് നിലങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഉക്രൈനും ഒട്ടും മോശമല്ല. ഉക്രൈൻ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇത്രയേ ഉള്ളൂ തങ്ങളുടെ അലാസ്കയിലെ ചർച്ചയുടെ ഫലമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് പുടിൻ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരൊറ്റ മനുഷ്യൻ വകവെക്കുന്നില്ല. അതിന് ചുങ്കം പ്രതികാര ചുങ്കം എന്ന് പറഞ്ഞ് ഇയാളങ്ങ് പ്രതികരിക്കുകയാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന വർഷം അമേരിക്കക്കാരെ അനുഭവിക്കേണ്ടി വരുന്നത്. സാധനങ്ങളുടെ വില 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അവിടെ 10 മടങ്ങ് സാധനം കിട്ടാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ 2 ഉപദേഷ്ടാവ് നമ്മുടെ ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദം എങ്ങനെ തെറ്റായ വഴികളിലൂടെ നയിച്ച് കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നു, അതുപോലെ കുഴിയിൽ കൊണ്ട് ചാടിച്ചിരിക്കുകയാണ് 2 ഉപദേഷ്ടാക്കൾ അവിടെ ചേർന്ന്. റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്. ഇതിന് പ്രായത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കുമോ? അതാണ് സെൻലിറ്റിയുടെ പ്രശ്നങ്ങളാണ് തന്നെ. അല്ലെങ്കിൽ ഇദ്ദേഹം നല്ല രീതിയിലുള്ള മദ്യപാനിയും
പെണ്ണുപിടുത്തക്കാരനുമാണെന്ന് ഞാനല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നു. അതിനെക്കുറിച്ച് പോസ്റ്റുകളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ടും കോടതിയിൽ കേസുകൾ തീർപ്പാക്കിക്കൊണ്ടുമാണ് ഇപ്പോൾ അധികാരത്തിൽ അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രായത്തിലും അദ്ദേഹത്തിന് ചാബല്യങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. പ്രായം ഇക്കാര്യത്തിനൊന്നും ഒരു പ്രശ്നമല്ലാന്ന് തോന്നുന്നു, അമേരിക്കയുടെ ആഹാര രീതിയും ജീവിത ശൈലിയും അനുസരിച്ച്. അപ്പോൾ എന്തായാലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യം. പക്ഷേ ഈ ലോകത്തെ താർക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തിരുന്നത്? ലോകത്തിൽ ആരെന്ത് വാങ്ങണം? നീ എന്തായാലും ട്രംപിന്റെ പ്രതികരണം കാത്തിരിക്കേണ്ട ഗതികേടാണല്ലേ. കാരണം ഇക്കാര്യത്തിനെക്കുറിച്ച് എല്ലാ കാര്യത്തിനെക്കുറിച്ചും പ്രതികരിക്കുന്ന അദ്ദേഹം ഈ കാര്യത്തിനെക്കുറിച്ച് ഒരു പ്രതികരണം അല്ല. കാരണം വൈസ് പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞ ഘട്ടത്തില് അദ്ദേഹം വൈസ് പ്രസിഡന്റ് പറയുകയാണല്ലോ, ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എല്ലാം ഏറ്റെടുത്തു. അതൊരു രസം. അറയ്ക്കൽ ഭീതിയെ കേട്ടാൽ മുഴു സമ്മതമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ആരെങ്കിലും പറഞ്ഞോ ഇത്? അപ്പോൾ ഇനി അപ്പൻ ചത്തിട്ട് കട്ടിലൊഴിയായിരിക്കുന്നവരെ നോക്കിയിരിക്കുകയാണ് പുള്ളി. ഈ പുള്ളിക്കാരൻ്റെ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കുക, അപ്പോൾ ഉടനെ എനിക്ക് ആയി കളയാമെന്ന് പറഞ്ഞിരിക്കുകയാണ് JD വാൻസ്. അപ്പോൾ പരസ്യമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്യണം, അധികാരക്കൊതി നോക്കിക്കോണേ. അപ്പോൾ ഇപ്പം JD വാൻസിൻ്റെ മനസ്സിലുള്ളതും ഭൂരിപക്ഷം അമേരിക്കക്കാരുടെ മനസ്സിൽ ഇതൊന്നും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, തലവേദന അവസാനിച്ച് കിട്ടിയെന്നായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഞാൻ വരാം, നിങ്ങൾ പോയിക്കണ്ടായി, മനുഷ്യന് വാർദ്ധക്യം കൊണ്ടാൽ നമുക്കങ്ങ് സഹിക്കാം. അത്രേ ഉള്ളൂ ഇന്ത്യയുമായിട്ടുള്ള ഈ പ്രതികാര ചുങ്കത്തിൻ്റെ ആയുസ്, അത്രേ ഉള്ളൂ. കാരണം ഇത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പിൻവലിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതും കൊണ്ട് അങ്ങനെ തുടർന്നു പോകാം. അല്ല, അത് നാം ചൈനയിൽ കണ്ടിട്ടുണ്ടല്ലോ. അതെ, ചൈനയുടെ കാര്യത്തിൽ ചൈനയ്ക്ക് വേറൊരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് അനിവാര്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ധാതു നിക്ഷേപങ്ങളുണ്ട് ഇവിടെ. ഈ സാധനം കിട്ടിയില്ലെങ്കിൽ അമേരിക്കയിലെ പണി പറ്റും അമേരിക്കയ്ക്ക്. ഇതുകൊണ്ടാണ് സെമി കണ്ടക്ടർ വ്യവസായം അവിടെ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ എല്ലാം അടച്ചുപൂട്ടേണ്ടി വരും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ. ഇന്ത്യക്കും ആ സ്ഥിതിയുണ്ട്. ഇന്ത്യയിലേക്കും ഈ സാധനങ്ങൾ ആവശ്യമാണ്. ചൈനയുടെ സഹായമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ആ ധാതു സമ്പത്ത് ഇന്ത്യക്കും വേണം. അതുകൊണ്ട് ഇന്ത്യ സൗഹൃദം മെച്ചപ്പെടുത്തുന്നത് ഇന്ത്യക്കും വളരെ നല്ലതാണ്. ഇല്ലാതെ നമുക്ക് പറ്റില്ല. നമ്മുടെ വ്യവസായശാലകൾ അടച്ചുപൂട്ടേണ്ടി വരും. അതിനുവേണ്ട റാ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത് അതിപ്പോൾ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ ഫാർമസിയാണ്. ഒരു ഉദാഹരണം പറയാം. എങ്ങനെ ഈ ഫാർമസ്യൂട്ടിക്കൽ കണ്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് കിട്ടുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് വളരെ വില കുറച്ച് നമുക്ക് കിട്ടുകയാണ്. ആ വില കുറച്ച് കിട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വില കുറഞ്ഞ തരത്തിൽ മരുന്നുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റും. ലോകത്തിലെ നമ്പർ 1 മരുന്നുകൾ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ നമ്മുടെ ശക്തി സ്രോതസ് എന്ന് പറഞ്ഞാൽ ചൈനയാണ്. അപ്പോൾ ഈ ഐക്യം നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ 2 ദിവസത്തിനകം അദ്ദേഹം ചൈനീസ് പ്രസിഡന്റിനെ കാണും, പ്രീമിയറെ കാണും. അതുപോലെ ചർച്ചകൾ നടക്കും. അതിനുള്ള പ്ലാനുകളൊക്കെ ഇപ്പോഴേ റെഡിയാണ്. അപ്പോൾ വലിയൊരു സൗഹാർദ്ദം ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലും, ജപ്പാനും ഇന്ത്യക്കും ഇടയിലും, റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലും വരാൻ പോവുകയാണ്. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മുട്ടുമടക്കും ട്രംപ്. അല്ല, സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ട്രംപിന്റെ 2ാം കാലഘട്ടം അമേരിക്കയ്ക്ക് തന്നെ വലിയ പ്രതിസന്ധി ആകുന്നുണ്ടല്ലോ. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുക, അമേരിക്കയുടെ തന്നെ ഒരു വില കളയുന്ന രീതിയിലേക്ക് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഈ വാൻസിന്റെ വൈസ് പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ബട്ട് വൺസ് ആസ് ഫാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചരിത്രം ആവർത്തിക്കും, രണ്ടാമത് വരുമ്പോൾ അതൊരു ഫാൾസ് ആയിരിക്കും, അതായത് ഒരു പ്രഹസനമായിരിക്കും. 1ാം ട്രംപ് വാസ് ഓക്കെ, 2ാം ട്രംപ് വന്നപ്പോഴത്തേക്കും ഒരു തരത്തിലും അദ്ദേഹം ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു കാര്യത്തിലും ശരിയായിട്ടുള്ള തീരുമാനങ്ങളല്ല എടുക്കുന്നത് എന്നുള്ളത് വരും. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഉദാഹരണം. 1ാം പിണറായി ഓക്കെ ആയിരുന്നു, പക്ഷേ 2ാം പിണറായി വന്നപ്പോഴത്തെ എല്ലാം കുളമായി തീർന്നു. അതാണ് ഒരു ഭരണാധികാരി. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉള്ളത് അല്പമെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 3ാം ഊഴമായിട്ടും വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം തീരുമാനമെടുത്തുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും ചലഞ്ചസിനെ അവസരമാക്കിക്കൊണ്ട് അദ്ദേഹം വെല്ലുവിളികളെ അവസരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ട്രംപിന് അത് കഴിയുന്നില്ലെന്നുള്ളതാണ്. അമേരിക്കൻ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ GDP എല്ലാം തകരുകയാണ്. പക്ഷേ ഇതല്ല അദ്ദേഹം സ്വീകരിക്കേണ്ടിയിരുന്ന മാർഗം. ഇത് ശരിയായിട്ടുള്ളൊരു മാർഗമല്ല. ഇത് കൂടുതൽ കുഴപ്പത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുപോകുന്ന ഒരു മാർഗമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലെ ചതവ് ഒരു പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ മുട്ടിലാണ് ഇനി ചതവുണ്ടാകാൻ പോകുന്നത്, അതായത് മുട്ട് മടക്കാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.